രാകേഷ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജയകുമാർ. എനിക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പശുക്കളെ ഇൻഷുറൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. എൻ്റെ പശുക്കളെ ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ട് എനിക്ക് ആ പശു മരണപ്പെട്ടു, ഇൻഷുറൻസ് കിട്ടിയില്ല. ഞാൻ അത് ബാങ്ക് വഴിയാണ് ആ പൈസ അടച്ചത്, ഇൻഷുറൻസ് കമ്പനി കാശ് അടച്ചത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്ന് തിരക്കി പോയപ്പോൾ ബാങ്കിൽ പൈസ അടച്ച സമയത്ത് ഒരു റെസിപ്റ്റ് തന്നായിരുന്നു. ഞാനത് മേടിച്ചിട്ട് ഞാൻ വന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് പശു മരണപ്പെട്ടിട്ട് ഇത് അന്വേഷിക്കാൻ പോയപ്പോഴത്തേക്കും ഈ ബാങ്കിൽ നിന്ന് പൈസ ഇൻഷുറൻസ് കമ്പനിയിലോട്ട് അയച്ചിട്ടില്ല. കാരണം അവർ പറഞ്ഞത് നെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതൊക്കെ അങ്ങനെ പറ്റിയില്ലാന്ന്. ഇൻഷുറൻസ് കമ്പനിയിൽ പൈസ എത്തിയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ബാങ്കിലൊന്ന് അന്വേഷിച്ചപ്പോൾ അവർ നെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് കർഷകരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് മാക്സിമം അടയ്ക്കുക. ഇതിൻ്റെ ഇടയിൽ ബാങ്ക് വഴിയൊക്കെ അടയ്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട്. ഇതേപോലെയുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മൾ പശുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയും ഇതുപോലെ കമ്പനിയിൽ പൈസ അടയ്ക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ നേരിട്ട് ചെയ്യുക. എൻ്റെ അനുഭവം മറ്റാർക്കും വരരുത്, മറ്റ് കർഷകർക്കും വരരുത്. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് പശു വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കിട്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത് മറ്റ് കർഷകർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളൊരു പശു മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 60,000-70,000 രൂപയ്ക്ക് നമ്മൾ കിടക്കാരനാണ്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഷുറൻസ്. പക്ഷേ ആ ഇൻഷുറൻസ് കിട്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി പശുക്കളൊക്കെ അപ്പോൾ തന്നെ കൊടുക്കേണ്ടി എനിക്ക് വന്നു, ചെറിയൊരു അസൗകര്യം പോലെ. അപ്പോൾ അതിനുശേഷം ഞാൻ വേണ്ടതാണ് ഇപ്പോൾ വീണ്ടും ലോണൊക്കെ എടുത്തിട്ട് പശുക്കളെ വീണ്ടും സെറ്റ് ചെയ്ത് വ്യവസായത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ മാക്സിമം കർഷകരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് ബാങ്ക് വഴി അടയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ അടച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു.